നമസ്കാരം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്ത നടപടിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹൈക്കോടതിയെ സമീപിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡ് സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷാണ് കോടതി ഹർജി നൽകിയത്. പേര് വെട്ടിയ നടപടി റദ്ദാക്കണമെന്നാണ് പ്രധാന ആവശ്യം. വോട്ടർ പട്ടികയിൽ പിഴവ് സംഭവിച്ചെന്നും ഇത് തിരുത്തി തന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നുമാണ് സ്ഥാനാർത്ഥിയുടെ വാദം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ നടപടിയിൽ നിയമ പോരാട്ടം ഉറപ്പിച്ചു തന്നെയാണ് UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് ഇറങ്ങിയത്. തന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതിനൊപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥി ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർക്കും പരാതി നൽകി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷിന്റെ പരാതിയിൽ ഹൈക്കോടതിയുടെയും കളക്ടറുടെയും നടപടി നിർണായകമാകും. പേര് വെട്ടിയ നടപടി റദ്ദാക്കണമെന്നതാണ് വൈഷ്ണയുടെ ആവശ്യം. പിഴവുണ്ടായത് വോട്ടർ പട്ടികയിലാണെന്നും ഇത് തിരുത്തണമെന്നും അവർ ചൂണ്ടിക്കാട്ടി. വൈഷ്ണ സുരേഷ് സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ സംഭവം സംസ്ഥാന വ്യാപകമായി ഉയർത്തുവാനാണ് UDF നീക്കം. പട്ടിക വൈകിപ്പിച്ചത് സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്തിലാക്കാനെന്ന് കഴിഞ്ഞ ദിവസം UDF ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയം സംസ്ഥാന വ്യാപകമായി ഉയർത്തുവാനുള്ള തീരുമാനം. വോട്ടർ പട്ടികയിലെ TC നമ്പർ മാറിയതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നാണ് മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് പറയുന്നത്. മുട്ടടയിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നീക്കിയിരുന്നു. വൈഷ്ണയ്ക്കെതിരെ CPM നൽകിയ പരാതി ശരിവച്ചിട്ടാണ് ഈയൊരു കമ്മീഷന്റെ നടപടി. CPM പരാതി അംഗീകരിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയതോടെ വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയാണ് ഉണ്ടായത്. വിഷയത്തിൽ അപ്പീൽ നൽകുമെന്നും തൽക്കാലത്തേക്ക് പ്രചാരണം നിർത്തുകയാണെന്നുമാണ് വൈഷ്ണ പറഞ്ഞത്. ജോലിയടക്കം രാജിവെച്ച പ്രചാരണത്തിനിറങ്ങിയ തന്നെ സംബന്ധിച്ച് കമ്മീഷണർ തീരുമാനം മാനസികമായി തളർത്തിയെന്നും വൈഷ്ണ പറയുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കോർപ്പറേഷനിലേക്ക് അവതരിപ്പിച്ച വൈഷ്ണ സുരേഷ് അപ്രതീക്ഷിത തിരിച്ചടിയിൽ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. നിലവിൽ കൈവശമുള്ള വോട്ടർ പട്ടികയിൽ നൽകിയിരിക്കുന്നത് എന്റെ പഴയ TC നമ്പറായ 3/564 ആണ്. എന്റെ എല്ലാ തിരിച്ചറിയൽ രേഖകളും ആ TCയിലാണുള്ളത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലും ഈ TC നമ്പറാണ്. പുതിയ TC നമ്പർ 18/2365 ആണ്. പഴയതും പുതിയതുമായ TCകൾ ചേർന്നാണ് വോട്ടർ പട്ടികയിൽ 18/564 എന്ന നമ്പർ വന്നിരിക്കുന്നത്. ഇത് പരിശോധിച്ച ശേഷം ഇതേ വിവരമാണ് സത്യവാങ്മൂലത്തിൽ നൽകിയത്. ഇപ്പോൾ പുതിയ TC എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സത്യവാങ്മൂലം തള്ളിയത്. എന്നാൽ ഇത് തെറ്റാണെന്ന് കാണിച്ചു ഞാൻ സത്യവാങ്മൂലം നൽകിയിരുന്നു. അത് സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. സമയപരിധി കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് സ്വീകരിക്കാതിരുന്നത്. എന്നാൽ സ്പീഡ് പോസ്റ്റായി ഞാൻ സത്യവാങ്മൂലം അയച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ അത് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം. വോട്ടർ പട്ടികയിൽ TC മാറിക്കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വോട്ട് നീക്കം ചെയ്തത്. വോട്ടർ പട്ടികയിലെ TC നമ്പർ മാറിയതിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല. പാർട്ടി തീരുമാനിക്കും പോലെയായിരിക്കും തുടർ നടപടികൾ. തന്റെ വോട്ടുള്ള മേൽവിലാസത്തിൽ 22 പേരുടെ വോട്ട് മാറിക്കിടപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. അത് സത്യമായ കാര്യമാണ്. എന്നാൽ അതൊന്നും പരാതി നൽകിയാൽ സമ്മതിക്കുന്നില്ല. ഞാൻ ഇത്രയും ഇറങ്ങി നടന്നതല്ലേ. നല്ല രീതിയിൽ പ്രചാരണം മുന്നോട്ട് പോവുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല. സത്യസന്ധമായാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മാനസികമായി ബുദ്ധിമുട്ടുണ്ടാവുകയും തളർത്തിക്കളയുകയും ചെയ്യുന്ന സംഭവമാണ് ഉണ്ടായത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ടെക്നോ പാർക്കിലെ ജോലി രാജിവെച്ചാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയത്. നമുക്ക് അതെല്ലാം ഒരു ബുദ്ധിമുട്ടാണല്ലോ. നിലവിൽ പ്രചാരണം തുടരുന്നില്ല. അപ്പീൽ കഴിഞ്ഞു വന്നിട്ടേ ഇനി പ്രചാരണമുള്ളൂ എന്നാണ് വൈഷ്ണ പറയുന്നത്. പട്ടിക വൈകിപ്പിച്ചത് സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്തിലാക്കാനെന്ന് കഴിഞ്ഞ ദിവസം തന്നെ UDF ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയം സംസ്ഥാന വ്യാപകമായി ഉയർത്തുവാനുള്ള തീരുമാനം. വോട്ടർ പട്ടികയിൽ നിന്ന് സ്ഥാനാർത്ഥിയുടെ പേര് വെട്ടിപ്പോയ മുട്ടട വാർഡിലെ തുടർ നീക്കങ്ങളിൽ കരുതലോടെയാണ് CPM-ഉം കോൺഗ്രസും നീങ്ങുന്നത്. വൈഷ്ണ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് നടത്തിയ അപ്രതീക്ഷിത നീക്കത്തിൽ ആദ്യം പകച്ച CPM പ്രാദേശിക ഘടകത്തിന് കിട്ടിയ പിടിവള്ളിയായിരുന്നു വോട്ടർ പട്ടികയിലെ മേൽവിലാസവുമായി ബന്ധപ്പെട്ട പ്രശ്നം. CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം വഴി വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ CPM നീങ്ങിയത്. ശബരിനാഥൻ കഴിഞ്ഞ സ്ഥാനാർത്ഥി പട്ടികയിലെ 2ാം പേരുകാരി എന്ന നിലയിലാണ് വൈഷ്ണയെ കോൺഗ്രസ് മുട്ടടയിൽ അവതരിപ്പിച്ചത്. സംവരണ വാർഡ് അല്ലാത്തതിനാൽ പുരുഷന്മാർ തമ്മിലുള്ള മത്സരമായിരിക്കുമെന്നും വാർഡ് തങ്ങളുടെ കയ്യിൽ തന്നെ നിലനിർത്താമെന്നുമായിരുന്നു CPM കരുതിയത്. എന്നാൽ CPM കണക്കുകൂട്ടലുകൾ തെറ്റിച്ചാണ് വൈഷ്ണയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. പ്രചാരണത്തിൽ ആദ്യ റൗണ്ടിൽ വൈഷ്ണ മേൽക്കൈയും നേടി. ഇതിനിടെയായിരുന്നു കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടിയേറ്റതും പ്രചാരണം നിർത്തിവെക്കേണ്ടി വന്നത്. വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അന്തിമ തീരുമാനം ചൊവ്വാഴ്ച ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇലക്ട്രൽ രജിസ്ട്രാർ ഓഫീസറുടെ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് വൈഷ്ണ നൽകിയ അപ്പീലിലാണ് കോൺഗ്രസ് പ്രതീക്ഷ. കോടതിയെ സമീപിക്കുവാനും നീക്കമുണ്ട്. ജോലി രാജിവെച്ച് പ്രചാരണത്തിനിറങ്ങിയ തങ്ങളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിക്കെതിരെ CPM നടത്തിയ നീക്കത്തിനെതിരെ കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും പ്രചാരണം നടത്തുവാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വൈഷ്ണയ്ക്ക് അനുകൂലമായി വരുന്ന പോസ്റ്റുകൾ യുവാക്കൾക്കിടയിലും അനുകൂല വികാരമുണ്ടാക്കുമെന്നാണ് നേതാക്കളുടെ പക്ഷം.
വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോയാൽ പകരം ആര് എന്ന ചോദ്യം കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. NGO അസോസിയേഷന്റെ സംസ്ഥാന നേതാവായിരുന്ന കോട്ടത്തല മോഹനും 2023 മുട്ടടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ലാലനുമാണ് പരിഗണനയുള്ളത്. 2020-25 കാലയളവിൽ സമ്മാന വാർഡ് ആയിരുന്നപ്പോഴാണ് ലാലൻ CPM-നെ ഞെട്ടിച്ച് മുട്ടടയിൽ 2ാം സ്ഥാനം നേടിയത്. ജനറൽ വാർഡ് ആയതോടെ ലാലനെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള സാമൂഹ്യ സാഹചര്യമല്ല വാർഡിൽ ഉള്ളതെന്നാണ് വിലയിരുത്തൽ. ഇത് മനസ്സിലാക്കിയാണ് നിലവിലെ കൗൺസിലറിന് CPM രണ്ടാമതൊരു അവസരം നൽകാത്തത്. വാർഡ് കമ്മിറ്റി സമർപ്പിച്ച സ്ഥാനാർത്ഥികളുടെ പരിഗണന പട്ടികയിൽ കോട്ടത്തല മോഹനന്റെ പേരുണ്ടായിരുന്നു. എന്നാൽ യുവ പ്രാതിനിധ്യമാണ് വൈഷ്ണയ്ക്ക് വഴിയൊരുക്കിയത്. സംസ്ഥാന നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള കോട്ടത്തല മോഹനൻ തൊട്ടടുത്ത വാർഡായ കേശവദാസപുരത്താണ് താമസം. ചൊവ്വാഴ്ചയോടെ ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നും വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ പറ്റുമെന്നുമാണ് പ്രതീക്ഷയെന്നും കോട്ടത്തല പ്രതികരിച്ചിരുന്നു. അതേസമയം വൈഷ്ണയെ മാറ്റേണ്ട സാഹചര്യമുണ്ടായാൽ യുവാക്കൾക്ക് തന്നെ പ്രാതിനിധ്യം കൊടുക്കണമെന്ന അഭിപ്രായമുണ്ട്. അന്തിമ തീരുമാനം വന്ന ശേഷം മതി ഇത് സംബന്ധിച്ച ചർച്ചയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കൗൺസിലറുടെ നിര്യാണത്തെ തുടർന്ന് 2023 ഉപതെരഞ്ഞെടുപ്പ് നടന്ന മുട്ടട വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അജിത് രവീന്ദ്രൻ 203 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 1228 വോട്ടുകളാണ് അജിത്തിന് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി R ലാലാണ് 1025 വോട്ടും. 2020 2ാം സ്ഥാനത്തെത്തിയ NDA ഉപതെരഞ്ഞെടുപ്പിൽ 765 വോട്ടുകളെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. മുട്ടട വാർഡിൽ LDF അല്ലാതെ മറ്റൊരു മുന്നണിയും ഇതുവരെ ജയിച്ചിട്ടില്ല. 2023 വാർഡ് നിലനിർത്താനായെങ്കിലും LDF-ന്റെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു. 2020-നേക്കാൾ പകുതിയിലും താഴെ ഭൂരിപക്ഷം. 2020 എല്ലാ ബൂത്തുകളിലും വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ LDF-ന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ 4ാം നമ്പർ ബൂത്തിൽ 67 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്തു. ആകെ പോൾ ചെയ്ത 3018 വോട്ടുകളിൽ 40.69% LDF-ഉം 33.96% UDF-ഉം 25.35% വോട്ടുകൾ NDA-യും നേടി. മുൻ മേയർ ചന്ദ്രിക ഉൾപ്പെടെ ജയിച്ച വാർഡായ മുട്ടടയിൽ ജയിച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞത് CPM-കളിൽ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെ പേരൂർക്കട ഏരിയ കമ്മിറ്റിയിൽ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജയപാൽ, സുനിൽ എന്നിവർക്ക് എതിരെയാണ് നടപടിയുണ്ടായത്. വാർഡ് പിടിവിട്ടു പോകരുതെന്ന വാശിയാലാണ് ഈ കേശവദാസപുരത്തെ സിറ്റിംഗ് കൗൺസിലറായ അംശു വാമദേവനെ CPM മുട്ടടയിൽ ഇത്തവണ കളത്തിലിറക്കിയത്. ഇതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വീണ്ടും ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വയലാർ ഡിവിഷനിൽ അരുണിമ M കുറിപ്പാണ് സ്ഥാനാർത്ഥിയാവുന്നത്. നിലവിൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന രക്ഷാധികാരിയും KSU ജനറൽ സെക്രട്ടറിയുമാണ്. UDF ജില്ലാ കോർ കമ്മിറ്റിയിലാണ് അരുണിമയെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ പോത്തൻകോട് ഡിവിഷനിൽ അമയ പ്രസാദിനെ സ്ഥാനാർത്ഥിയായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു.